അപകട വാർത്തയിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ അപകടം. കാറിൽ ഉണ്ടായിരുന്ന കുട്ടികളടക്കം 5 പേർക്ക് പരിക്ക്. നാട്ടുകാർ ചേർന്ന് കാറിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ദൃശ്യം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാം. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കാറ് നിയന്ത്രണം വിട്ടാണ് വഴി തെറ്റിക്കയറുന്നത്. കാറിൽ ഉണ്ടായിരുന്നത് കുട്ടികളാണല്ലേ? 5 പേർക്കുമുള്ള പരിക്ക് എത്രത്തോളം ഉണ്ട്? റോഷ്നി, ഏറ്റവും ആശ്വാസകരമായ വിവരമാണ് അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത്. അതായത് ആ കാറിലുണ്ടായിരുന്ന ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളില്ല, ചെറിയ ചതവുകളുള്ളൂ. നിസാര പരിക്കുകളോടെ അവരെല്ലാവരും, ആ കുട്ടി ഉൾപ്പെടെയുള്ള 5 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് നമ്മളെ തേടിയെത്തിയത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12:30യോട് കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. വളാഞ്ചേരിയിലാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാവും. ഒരു വെളുത്ത ഷിഫ്റ്റ് കാർ അത് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അത് ഒതുക്കാൻ വേണ്ടിയായിരിക്കാം ആ ഡ്രൈവർ വലതുഭാഗത്തേക്ക് തിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന മതിലിൽ ആ കാറ് ചെന്നിടിക്കുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിലാണ് അത് തലകീഴായി മറയുന്നത്. ആ വേഗത അല്പം കുറവായതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ആഘാതം, ആ ഒരു തീവ്രത കുറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതാണ്. അപ്പോഴും അത് തലകീഴായി മറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഇടിയുടെ ശബ്ദം കേട്ടാണ് ആ പരിസര പ്രദേശത്തുണ്ടായിരുന്നവരും സമീപത്തെ വീട്ടിലുണ്ടായിരുന്നവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ഉടൻ തന്നെ ആ കാറിന്റെ ഡോറുകളൊക്കെ തുറന്ന് അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും ആശ്വാസകരമായ വിവരം, അവർക്ക് ഗുരുതരമായ പരിക്കുകളില്ല, ചികിത്സയിലാണ്. ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ്. ശരി, വലിയ പരിക്കുകളില്ല എന്നാണ് അറിയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. പക്ഷെ അവരെ അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഇടപെട്ട് ആശുപത്രിയിൽ എത്തിച്ചു.